ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കേംബ്രിഡ്ജ് ഓൾഡ് മാർക്കറിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കേംബ്രിഡ്ജിലെ ഓൾഡ് മാർക്കറ്റ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചന്ത എന്നൊക്കെ പറയുന്ന പോലത്തെ ഏകദേശം ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അധികവും ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെയാണ് കേട്ടോ ഉണ്ടാവുക. ഏകദേശം ഉച്ച കഴിയുന്ന നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ ഷോപ്പും ഓപ്പൺ ആവും. അതുപോലെ നല്ല തിരക്കുമായിരിക്കും ഇവിടെ. ഇതിപ്പം രാവിലെ ആയതുകൊണ്ട് എല്ലാ ഷോപ്പും ഒന്നും ഓപ്പൺ അല്ല. നമ്മുടെ നാട്ടിലെ ചേമ്പും അതുപോലെ മധുരക്കിഴങ്ങും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ ആ വെള്ളം പൗളി വെച്ചേക്കുന്ന ഏതെടുത്താലും 1 പൗണ്ടാണ്. അത് നമ്മുടെ മാങ്ങയും പപ്പായയൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ നിന്നൊന്നും മേടിക്കാനൊന്നും നിന്നില്ല. പകരം തൊട്ടടുത്തുണ്ടായിരുന്ന ബ്രെഡ് കടയിൽ കയറി കേട്ടോ. ഇത് ഒരുപാട് വെറൈറ്റി ബ്രെഡ്സ് ആട്ടോ. ഇതിപ്പം എന്താ എങ്ങനെയാണെന്നൊക്കെ പറയണമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ ഇതിനകത്ത് പല സാധനങ്ങളും. എന്നാലും ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഈ ബ്രെഡിൻ്റെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 2 സമൂസ വാങ്ങിച്ചേ. സമൂസ അടിപൊളിയായിരുന്നു. പക്ഷേ അവിടുന്ന് ചൂടാക്കി കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് ചൂടാക്കി കഴിക്കുകയാണ് ചെയ്തത്. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിരുന്നു. ചിക്കൻ്റെ നല്ല സൂപ്പർ സമൂസയായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങി ഇങ്ങനെ ഇപ്പുറത്തെ ഷോപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കോഫി ഷോപ്പ്. എന്നാൽ പിന്നെ 2 കോഫി വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച് 2 കോഫി അവിടുന്ന് വാങ്ങി വീണ്ടും നടന്ന് ഇപ്പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്കും താണ്ടെ ചിക്കൻ. ഇങ്ങനൊരു ഐറ്റം ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ്. എന്തായാലും ഒന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ചിക്കൻ ഞങ്ങളൊരു ഹാഫാണ് ഓർഡർ ചെയ്തത്. ഇതിങ്ങനെ പീസാക്കി അവരൊരു പാത്രത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിപ്സും സാലഡും കൂടെ വെച്ച് തരും. അതിനൊരു 9 പൗണ്ടായിരുന്നു ആയത്. അതിൻ്റെ ഫുള്ളിനാണെങ്കിൽ 18 പൗണ്ടാണേ. ഇതല്ലാതെ ഇതേ ചിക്കൻ്റെ ഐറ്റംസ് വെച്ച് വേറെ ചിക്കൻ റോള് അതുപോലെ വേറെ കുറേ ഐറ്റംസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ സെലക്ട് ചെയ്ത് ഇതാന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നല്ല വിശപ്പായിരുന്നു. ഞങ്ങൾ ഇതും വാങ്ങി കോഫിയൊക്കെ ആയി നേരെ ഓപ്പോസിറ്റുള്ള ഫുഡ് പാത്തിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഒരു കോളേജിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു എന്താ പറയുക, ഇരിക്കാനുള്ളൊരു അരമതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ വന്നിരുന്ന് ചായയിൽ പഞ്ചസാരയൊക്കെ കലക്കി പയ്യെ ആ സംഭവമൊക്കെ ഓപ്പണാക്കി. ഇതായിരുന്നു കേട്ടോ മേടിച്ച സാധനമേ. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നും വാങ്ങിയതല്ല, വേറെ ഒന്നും ഇവിടെ കഴിക്കാൻ കിട്ടാഞ്ഞതുകൊണ്ട് ഇത് വാങ്ങിയതാണ്. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിരുന്ന് ഫുഡ് അപ്പുറത്തുനിന്ന് വാങ്ങി ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ചെറിയ വെയിലൊക്കെ ആയിട്ട് ഒരു നല്ല രസം ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. നടക്കുന്ന ആൾക്കാരെയൊക്കെ കാണാം, ഓപ്പോസിറ്റുള്ള ഷോപ്പുകൾ കാണാം, അങ്ങനെയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസം. ഇത് മുഴുവൻ യൂണിവേഴ്സിറ്റി പരിസരമാട്ടോ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പരിസരങ്ങളാണ് ഇതൊക്കെ. ഓരോരോ കോളേജുകളും ഓരോരോ ചാപ്പലുകളും അങ്ങനെ ഈ കോളേജുമായി ബന്ധപ്പെട്ട ഓരോരോ സംഭവങ്ങളുമാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾ പതുക്കെ അവിടെ ഇരുന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ആ ചന്തയിലേക്ക് തന്നെ പോയി കേട്ടോ. ഇതൊക്കെ അവിടുത്തെ എന്താ പറയുക, നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ വെച്ചേക്കുന്ന പോലെ ഇല്ലേ, അതുപോലെ ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ ഓരോ ഷോപ്പുകളിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണേ. ലണ്ടൻ്റെയും കേംബ്രിഡ്ജിൻ്റെയൊക്കെ സിമ്പിളുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണിത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ കുറേ ലണ്ടൻ ബസ്സും ലണ്ടൻ ടാക്സിയൊക്കെ എൻ്റെ മോൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ഈ കല്ലുകളാണേ, പഴയ ഫോസിലുകളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരുപാടുണ്ട് ഇവിടെ. ഇതെല്ലാം ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ മാലയിലും എന്താ പറയുക, മോതിരത്തിലൊക്കെ സ്റ്റോണാക്കി വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവർ മേടിച്ചിട്ട് പോകുന്നത്. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ട് വെറുതെ അങ്ങനെ അങ്ങ് നടന്നു. അപ്പോൾ ഉണ്ട് അവിടെ വേറൊരാൾ എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇത് കിങ്സ് കോളേജാണ് കേട്ടോ. കേംബ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന ആദ്യത്തെ പിക്ചർ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ആ ബിൽഡിങ്ങിൻ്റെ, കിങ്സ് കോളേജിൻ്റെ ബിൽഡിങ്ങിൻ്റെ പിക്ചറായിരിക്കും ആദ്യം അതിൻ്റെ ഫ്രണ്ടിൽ വരിക. അവിടെ ഇപ്പോൾ എന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്താ പറയുക, കമ്പിയൊക്കെ ഉള്ളത് കാണിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്.